ഫോറക്സ് മാർക്കറ്റ് ലേണിംഗ് സീരീസ് 20. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിക്വിഡിറ്റി വോയിഡിനെ കുറിച്ചാണ്. എന്താണ് ലിക്വിഡിറ്റി വോയിഡ് നമുക്ക് നോക്കാം. ലിക്വിഡിറ്റി വോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഡൻ ആയിട്ട് ഡൗൺ സൈഡിലേക്കോ അപ്പ് സൈഡിലേക്കോ വരുന്ന ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ് എന്നെല്ലാം പറയാൻ പറ്റുന്ന ഒരു മൂവ്മെന്റ് ആണ് ലിക്വിഡിറ്റി വോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മളിത് യൂസ് ചെയ്യുന്നത് ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം അറേസിൽ എൻട്രി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം അറേസ് അതേപോലെ ഇക്വിലിബ്രിയം ഏരിയാസ് എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം അറേസിൽ എൻട്രി ചെയ്യാൻ യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡുകളുണ്ട്. ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഓർഡർ ബ്ലോക്ക്, അതേപോലെ അതിലൊന്നാണ് നമുക്ക് ലിക്വിഡിറ്റി വോയിഡ് എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ലിക്വിഡിറ്റി വോയിഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. നമുക്ക് എന്താണ് ലിക്വിഡിറ്റി വോയിഡ് നമുക്ക് മനസ്സിലാക്കാം. പ്രൈസ് ഒരു കൺസോൾട്ടേഷന് ശേഷം ഇവിടെ നോക്കുന്ന സമയത്ത് അഗ്രസീവായിട്ട് ഡൗൺ സൈഡിലേക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ്, അതായത് ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് തന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നിട്ടുള്ള അഗ്രസീവായിട്ടുള്ള വലിയ മൂവ്മെന്റ്സിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി വോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ക്രിയേറ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി വോയിഡ് വീണ്ടും റീബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് വരാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ IFEG, ഫെയർ വാല്യൂ ഗ്യാപ്പ് എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സഡൻ ആയിട്ട് തന്നെ റീബാലൻസ് ചെയ്തതിന് ശേഷം ഡൗൺ സൈഡിലേക്ക് ഒരു ഫോളോ അല്ലെങ്കിൽ അപ്പ് സൈഡിലേക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കുന്ന സമയത്ത് ഒരു ലിക്വിഡിറ്റി വോയിഡ് ക്രിയേറ്റ് ആയതിനു ശേഷം മാർക്കറ്റ് പെട്ടെന്നൊന്നും ഈ ഒരു ഏരിയ ഫില്ല് ചെയ്യുന്നില്ല. കുറേ ടൈം എടുത്തതിന് ശേഷമാണ് മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി വോയിഡ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാകുക. ചില സമയങ്ങളിൽ ഇൻട്രാഡേയിൽ ഇങ്ങനെയുള്ള ലിക്വിഡിറ്റി വോയിഡ് ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസം തന്നെ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ നല്ല രീതിയിലുള്ള ന്യൂസോ അല്ലാന്നുണ്ടെങ്കിൽ വലിയ ഇവന്റ്സ് എല്ലാം വരുന്ന സമയത്ത് വലിയ ലിക്വിഡിറ്റി വോയിഡ്സ്, അതായത് മാർക്കറ്റിൽ വലിയ പാർട്ടിസിപ്പേഷൻ വന്നു കഴിഞ്ഞാൽ വലിയ ലിക്വിഡിറ്റി വോയിഡ്, അതായത് ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെന്റ് മാർക്കറ്റിലേക്ക് വരാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. ഇങ്ങനെ ക്രിയേറ്റ് ആവുന്ന ലിക്വിഡിറ്റി വോയിഡ് ആ ദിവസം തന്നെ കംപ്ലീറ്റ് ആണെന്നില്ല. ചിലപ്പം ദിവസങ്ങളോ അല്ലെങ്കിൽ ചിലപ്പോൾ മാസങ്ങളോ എടുത്തിട്ടായിരിക്കും അല്ലെങ്കിൽ ആഴ്ചകളോ എടുത്തിട്ടായിരിക്കും കംപ്ലീറ്റ് ആവുന്നുണ്ടാവുക. നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ആവുന്ന ഒരു ലിക്വിഡിറ്റി വോയിഡിനെ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ടോ സെൽ സൈഡ് ലിക്വിഡിറ്റി ആയിട്ടോ കാണാൻ പറ്റുന്നതാണ്. എക്സാമ്പിൾ ആയിട്ട് മാർക്കറ്റ് ഫാൾ ചെയ്ത് ഡൗൺ സൈഡിലേക്ക് വന്ന് കുറച്ച് കൺസോൾട്ടേറ്റെല്ലാം ചെയ്തിരിക്കലാണെന്ന് വിചാരിക്കാം. നമുക്ക് ഡൗൺ സൈഡിൽ നിന്ന് ഒരു ലിക്വിഡിറ്റി എടുത്തിട്ട് ഒരു ഓൾഡ് ലോ സ്വീപ്പ് ചെയ്തതിന് ശേഷം അപ്പ് സൈഡിലേക്ക് ഒരു എൻട്രി നോക്കിക്കഴിഞ്ഞാൽ ടാർഗറ്റ് ആയിട്ട് ഈ ബൈ സൈഡ് ലിക്വിഡിറ്റി നോക്കാൻ പറ്റുന്നതാണ്. ഈ ഏരിയാസ് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഏരിയ ടാർഗറ്റ് ഏരിയാസ് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഏരിയ വരെ നമുക്ക് ടാർഗറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. പ്രൈസ് ഡൗൺ സൈഡിലേക്ക് ഒരു ഫാള് വന്നു, കുറച്ച് കൺസോൾട്ടേഷന് ശേഷം ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുന്നു, അപ്പ് സൈഡിലേക്ക് ഒരു മൊമെന്റം തരുന്നു. ഈ ഒരു ഏരിയയിൽ നോക്കുന്ന സമയത്ത് നമുക്കൊരു റീറ്റെയിലേഴ്സിന്റെ സപ്പോർട്ട് ലെവൽ കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു ലെവൽ സ്വീപ്പ് ഔട്ട് ചെയ്തതിന് ശേഷം അപ്പ് സൈഡിലേക്ക് ഒരു മൊമെന്റം തന്നു. ഓൾമോസ്റ്റ് ഒരു 90% മൂവ്മെന്റ് അപ്പ് സൈഡിലേക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു ഹൈ തൊട്ട് ഈ ഒരു ലോ വരെ നമ്മൾ ഫിബ് ടൂൾ വെച്ചിട്ട് ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം അറേസ് വരക്കലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയൻ്റെ മുകളിൽ ഒരു സെൻറ്റർ ഏകദേശം ഈ ഒരു ലെവൽസ് വരും. ഈ ഒരു ഏരിയൻ്റെ മുകളിൽ നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്കൊരു സെല്ലിംഗ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു എക്സാമ്പിളിൽ ഡൗൺ സൈഡിൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് വന്നതിന് ശേഷം കണ്ടിന്യൂഷനും വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ലിക്വിഡിറ്റി വോയിഡ് സ്റ്റാർട്ട് ആയിട്ടുള്ള ഏരിയ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഡെമോസും ഇതെങ്ങനെ വർക്കൗട്ട് ആണെന്ന് ഒരു ചാർട്ട് നോക്കിയിട്ട് മനസ്സിലാക്കാം. ഒരു ബെയറിഷ് ലിക്വിഡിറ്റി വോയിഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ആകുന്നത്, അതിനുശേഷം എങ്ങനെ ഇത് കംപ്ലീറ്റ് ആകുന്നുള്ള ഒരു സിനാരിയോ നോക്കാം. നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഒരു നോട്ട് പോലെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു കൺസോൾട്ടേഷന് ശേഷം ഒരു ഡിസ്ട്രിബ്യൂഷനിലായിട്ട് ഇതിനെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം മാർക്കറ്റ് സഡൻ ആയിട്ട് ഡൗൺ സൈഡിലേക്ക് ഒരു ഫാള് വരുന്നു, ഒരു അക്യുമുലേഷൻ പോലെ ക്രിയേറ്റ് ചെയ്യുന്നു, വീണ്ടും ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് സ്വീപ്പ് ഔട്ട് ചെയ്തതിന് ശേഷം ഒരു ഷിഫ്റ്റ് വന്നതിന് ശേഷം ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓർഡർ ബ്ലോക്കോ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു എൻട്രി നോക്കാൻ പറ്റുന്നതാണ്. ടാർഗറ്റ് ലെവലിൽ നമുക്ക് ഈ ഒരു ഹൈ വരെ നോക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ബുള്ളിഷ് ലിക്വിഡിറ്റി വോയിഡിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. മാർക്കറ്റ് ഒരു അക്യുമുലേഷന് ശേഷം ഒരു നല്ലൊരു ലിക്വിഡിറ്റി വോയിഡ്, ഈ ഒരു ലിക്വിഡിറ്റി വോയിഡ് നമുക്ക് ഡിസ്പ്ലേസ്മെന്റിനോ പ്രൈസ് ഇംബാലൻസിനോ അല്ലെങ്കിൽ ബിസിന്നോ നമുക്ക് വിളിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ തരുന്നു, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് തന്നതിന് ശേഷം ഒരു ഷിഫ്റ്റ് തരുന്നു, വീണ്ടും നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ നോക്കിയിട്ട് താഴെ വരെ ടാർഗറ്റ് നോക്കാൻ പറ്റുന്നതാണ്.
നമുക്ക് റിയൽ മാർക്കറ്റിലേക്ക് പോയിട്ട് കുറച്ച് ലിക്വിഡിറ്റി വോയിഡ്സ് മനസ്സിലാക്കാം, അതുപോലെ എൻട്രീസ് എങ്ങനെ എടുക്കാമെന്ന് മനസ്സിലാക്കാം. നമുക്ക് എൻട്രി എടുക്കുന്നതിന് ഉപരി ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ടും സെൽ സൈഡ് ലിക്വിഡിറ്റി ആയിട്ടാണ് ലിക്വിഡിറ്റി വോയിഡിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് മാർക്കറ്റിലേക്ക് പോയിട്ട് അത് മനസ്സിലാക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് യൂറോ USDയുടെ ഒരു 1 hour ചാർട്ടിലേക്ക് നമുക്ക് പോവാം. ഞാൻ ചാർട്ട് ഒന്ന് ക്ലിയർ ചെയ്യാം. ഇപ്പോൾ ഒരു ലിക്വിഡിറ്റി വോയിഡ് മാർക്കറ്റിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഒരു അപ്സൈഡിലേക്കുള്ള സഡൻ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്, ഒരു കൺസോളിഡേഷൻ നമുക്ക് ശേഷം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്സ് നോക്കാം. ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ലിക്വിഡിറ്റി വോയിഡ് കാണാൻ പറ്റുന്നുണ്ട്. മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് കണ്ടിന്യൂസ്ലി വന്നിട്ടുണ്ട്. സഡൻ ആയിട്ട് ഒരു മൂവ്മെൻറ്റ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയുള്ള സഡൻ ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റിനെ ലിക്വിഡിറ്റി വോയിഡ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഓപ്പണിങ് വരെ, അതായത് ഈ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവില്ല, ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യാനുണ്ട്. ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് മാർക്ക് ചെയ്യാം. വീണ്ടും ഈ ഒരു ഏരിയാസ് വരാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. നമുക്ക് ഈ ഒരു ഏരിയ ഒരു സെല്ലിംഗ് സോണായിട്ട് കണക്കാക്കാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ലിക്വിഡിറ്റി വോയിഡ് ഉണ്ട് അല്ലേ. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും അപ്സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഒരു ലിക്വിഡിറ്റി വോയിഡിൻ്റെ നമ്മളിവിടെ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം വരെ ഈ ഒരു ഹൈ തൊട്ട് ഈ ഒരു ലോ വരെ വരക്കലാണെന്നുണ്ടെങ്കിൽ ഒരു പ്രീമിയം ഏരിയാസിലേക്ക് വന്നിട്ടുണ്ട്. മാർക്കറ്റ് ഈ ഒരു ഏരിയാസിൽ നിന്ന് വീണ്ടും ടൗൺ സൈഡിലേക്കാണ് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുള്ളത്. ഈ ഒരു ഏരിയ ഭാവിയിൽ ഇനി കംപ്ലീറ്റ് ചെയ്യാൻ വരുമായിരിക്കും. നമുക്ക് ഇപ്പോൾ അപ്പ് സൈഡിലേക്ക് വന്നു, അന്ന് തന്നെ ക്ലിയർ ചെയ്യണമെന്നില്ല. കുറേ നാൾക്ക് ശേഷമായിരിക്കും ചിലപ്പം വീണ്ടും ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് ക്ലിയർ ചെയ്യാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, നമുക്കിനി വീണ്ടും കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് നോക്കുന്ന സമയത്ത് പ്രൈസ് ഒരു ഡൗൺ സൈഡിലേക്ക് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഒരു ലിക്വിഡിറ്റി വോയിഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡൗൺ സൈഡിലേക്ക് ഹ്യൂജ് ആയിട്ടുള്ള കുറേ ക്യാൻഡിൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് ഒരു ഫാളാണ് തന്നിട്ടുള്ളത്. നമുക്ക് നേരത്തെ മാർക്കറ്റിൽ കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റീസ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നോക്കലാണെന്നുണ്ടെങ്കിൽ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മാർക്കറ്റിൽ ഇവിടെ ഒരു ഷിഫ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് ഷിഫ്റ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഈ ഒരു വിക്ക് ഹൈ ടു ദിസ് ബോഡി, ഇത് നമുക്കൊരു ഷിഫ്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. MSS എന്ന് പറഞ്ഞിട്ട് ഞാൻ മാർക്ക് ചെയ്യാം. നമുക്ക് വീണ്ടും ഇതിൻ്റെ ഓർഡർ ബ്ലോക്ക് ലെവൽസിലേക്ക് വരുന്ന സമയത്ത് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു ഏരിയാസിൽ എൻട്രി എടുക്കാം. വീണ്ടും ഈ ഒരു ഏരിയാസിലേക്ക് ഈ ഓർഡർ ബ്ലോക്കിലോ ഫെയർ വാല്യൂ ഗ്യാപ്പോ എത്തുന്ന സമയത്ത് നമുക്ക് വീണ്ടും എൻട്രി ഓപ്പർച്യൂണിറ്റീസ് വെക്കാം. സ്വിംഗ് ലോൻ്റെ താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് അപ്പ് സൈഡിലുള്ള ഈ ഒരു ലിക്വിഡിറ്റി വോയിഡ് നമുക്ക് എയിം ചെയ്യാൻ പറ്റുന്നതാണ്. എയിം ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഏരിയ വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പ് സൈഡിലേക്ക് വരുന്ന വിചാരിച്ചിട്ട്. ഓക്കെ, നമുക്കിവിടെ വീണ്ടും കുറേ എൻട്രീസ് ഉണ്ട്. അപ്പ് സൈഡിലേക്ക് വീണ്ടും ഒരു ഷിഫ്റ്റ് കിട്ടുന്നു. ഇവിടെ നമുക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നമുക്കൊരു അപ്പ് സൈഡിലേക്ക് ഒരു ഷിഫ്റ്റ് കിട്ടുന്നു. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അതേപോലെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്ക് എന്നെല്ലാം എൻട്രി ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ പറ്റുന്നതാണ്. സ്റ്റോപ്പ് ലോസ് താഴെ വെച്ചിട്ട് ടാർഗറ്റ് നമുക്കൊരു 1:2 അപ്പ് സൈഡ് വരെ റൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഞാൻ അത്രയും പ്രിഫർ ചെയ്യില്ല. നമുക്കൊരു റീസണബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യാം. ഒരു 1:2 3 കിട്ടുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് വീണ്ടും ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ ലിക്വിഡിറ്റിയുടെ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കുന്ന സമയത്തൊരു നല്ലൊരു ലിക്വിഡിറ്റി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പ് സൈഡിലേക്ക് പോകാൻ വേണ്ടി നല്ലൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു. അത് ഗ്രാബ് ചെയ്തു. ഡൗൺ സൈഡ് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് 1 hour നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം ഇതും കൂടി ടാപ്പ് ചെയ്തിട്ടാണ് അപ്പ് സൈഡിലേക്ക് പോയിട്ടുള്ളത്. ഞാനിത് കൂടുതലായിട്ട് എൻട്രി മെത്തേഡായിട്ട് കാണിക്കാത്തത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ലിക്വിഡിറ്റി വോയിഡ് ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റിയോ ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കൊരു എൻട്രി മെത്തേഡിന് ഉപരിയായിട്ട് ഒരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് നമുക്കിത് പ്രിഫർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന വെച്ചിട്ട് നമുക്കൊരു എക്സ്പെക്റ്റേഷനിൽ ബൈയോ സെല്ലോ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളെ നമുക്ക് ലിക്വിഡിറ്റി വോയിഡ് നോക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ളൂ. ഇതൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ടും അതേപോലെ സെൽ സൈഡ് ലിക്വിഡിറ്റി ആയിട്ടും വർക്ക് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള ഏരിയാസ് ആണ്. ഇങ്ങനെയുള്ള ഏരിയാസ് മാർക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു ലെവൽസിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ലിക്വിഡിറ്റി വോയിഡിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്കോഡ് ചാനലുണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അവിടെ പോയിട്ട് ജോയിൻ ചെയ്താൽ നമുക്ക് ആ ഡിസ്കോഡ് ചാനൽ ചർച്ച ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ ഞാൻ എൻ്റെ ട്രേഡ് അപ്ഡേറ്റ്സും എല്ലാവരുടെ ട്രേഡും കാര്യങ്ങളും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്, സംസാരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്